ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു ജെം ട്രിപ്ലെറ്റ്സ്. നാളെ രാവിലെ ഹെൽത്തി ആയിട്ട് കുട്ടികൾക്ക് എന്താ ഉണ്ടാക്കി കൊടുക്കാമെന്ന് ആലോചിച്ചിരിക്കുന്ന സമയത്താണ് നേന്ത്രപ്പഴം അതുപോലെ തന്നെ ഓട്സ് ഉണ്ടല്ലോ എന്ന് ഓർമ്മ വന്നത് കേട്ടോ. ഞാൻ വിചാരിച്ചു നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പാൻ കേക്ക് ഉണ്ടാക്കാമെന്ന്. അങ്ങനെയുണ്ട് ഈ റെസിപ്പി ഉണ്ടാക്കി നോക്കുന്നത്. അതിന് ഞാനിവിടെ ആദ്യം ഒരു മിക്സിൻ്റെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു നേന്ത്രപ്പഴം, നല്ല പഴുത്ത നേന്ത്രപ്പഴമാണ് കേട്ടോ, അതെടുത്തിട്ടുണ്ട്. അതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് കൂടുതൽ ക്വാണ്ടിറ്റി വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഓട്സ് ആണ്. ഓട്സ് ഏത് തരം ഓട്സ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. ഞാനിവിടെ ഒരു കപ്പ് ഓട്സ് ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ആ ഒരു കപ്പിൽ തന്നെ അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. വറുത്ത അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. അടുത്ത് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയാണ്. നിങ്ങൾ മധുരത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചും ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നേന്ത്രപ്പഴത്തിൻ്റെ മധുരം നോക്കിയതിന് ശേഷം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് നല്ലൊരു ഫ്ലേവറിന് വേണ്ടി ഒരു നുള്ള് ഏലക്കായ്പ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം 600 ml ആണ് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾ എത്രയാണ് അരിപ്പൊടി എടുക്കണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഒരു കപ്പിലേക്ക് 600 ml വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനിയും വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ബാറ്റർ നല്ല തിക്കായിട്ടാണ് വന്നിക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം ലൂസാക്കി എടുത്താലും മതി കേട്ടോ. ഞാൻ മധുരത്തിന് ഇവിടെ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. വേണമെങ്കിൽ സ്കിപ്പ് ആക്കാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ശർക്കര ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മെൽറ്റ് ചെയ്തതിന് ശേഷം ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. നമ്മൾ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഓരോ പാൻ കേക്കായിട്ട് നമുക്ക് ചുട്ടെടുക്കാം. അതിന് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. പാൻ നല്ല ചൂടായി വന്നതിന് ശേഷം ഓയിലോ നെയ്യോ ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ചെറിയ അപ്പത്തിൻ്റെ രൂപത്തിൽ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ മുകൾ ഭാഗത്തൊക്കെ ചെറിയ ഹോൾസൊക്കെ വരും. ആ ഒരു ടൈമിൽ അടച്ചിട്ടുകാണ്ട് വേണം ഇതൊന്ന് വേവിച്ചെടുക്കാൻ. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഈ ഒരു പലഹാരം കഴിക്കാവുന്നതാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റും ഈവനിങ് സ്നാക്കായിട്ടും ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഇനി മുകൾ ഭാഗത്ത് ഇതുപോലെ ഒന്ന് നെയ്യൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ആ ഭാഗം കൂടി ഇതുപോലെ ഒന്ന് മറിച്ചിട്ടുകാണ്ട് പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കാം. അപ്പോൾ നിങ്ങൾ ഈ കണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കാം കേട്ടോ. ഞാൻ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ചാനൽ പോയിക്കാണ് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ നമ്മുടെ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുക്കാം കേട്ടോ. അപ്പോൾ അതാണ് ഈ രീതിയിൽ ഓരോന്നായിട്ട് ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും കൂടി വളരെ പെട്ടെന്ന് നമുക്ക് ചുട്ടെടുക്കാം കേട്ടോ. ചില കുട്ടികൾക്ക് നേന്ത്രപ്പഴം അങ്ങനെ കൊടുത്താലൊന്നും പറ്റൂല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതുപോലൊന്ന് ഒരു പാൻ കേക്കിൻ്റെ രൂപത്തിലൊക്കെ ആക്കി കൊടുത്താൽ ആ ഓട്സിൻ്റെയും അതുപോലെ തന്നെ നേന്ത്രപ്പഴത്തിൻ്റെ ഒക്കെ ഒരു ഗുണങ്ങൾ കുട്ടികൾക്ക് രാവിലെ തന്നെ എത്തിക്കോളൂ കേട്ടോ. ഇപ്പോൾ നമ്മൾ ഓരോന്നായിട്ട് ചുട്ടെടുത്തിട്ടുണ്ട്. ഈ രീതിയിലൊന്നായി വന്നിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഉൾവശം കൂടി ഒന്ന് കാണിച്ചു തരാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പലഹാരമാണ്. അതുപോലെ തന്നെ ഉൾവശം എന്ന് പറയുന്നത് നല്ല എടുത്തിട്ടുള്ളതാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ കഴിക്കാൻ വളരെ എളുപ്പത്തിൽ തന്നെ കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നാളെ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ, അസ്സലാമു അലൈക്കും.